Hello friends, welcome to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ പവർ സ്റ്റിയറിംഗിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന ബോർഡ് Arduino Leonardo ബോർഡായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് STM32F103C8T6 എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി എനിക്ക് തന്നിരിക്കുന്ന EMC എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. EMC Development എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവരുടെ പേജിൽ നിന്നാണ് എനിക്കിതിൻ്റെ ഫിംവെയറും ഇതിൻ്റെ ഈ യൂട്ടിലിറ്റിയും ഈ ബോർഡിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ അറിവ് കിട്ടിയത്. ഇത് നമുക്ക് ഏകദേശം ഒരു 200 രൂപ റേഞ്ച് വരുന്നൊരു ബോർഡാണ്. നമ്മുടെ മറ്റേ Arduino Leonardo ബോർഡിന് ഏകദേശം 600-700 റേഞ്ച് വരുമ്പോൾ ഇതിന് 200 രൂപയെ വരുന്നുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും. പക്ഷേ നമുക്കിത് പ്രോഗ്രാം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് USB വഴി പ്രോഗ്രാം പറ്റില്ല. നമുക്കൊരു USB to TTL ബോർഡ് ആവശ്യമായിട്ട് വരും. ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രോഗ്രാം ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ബോർഡിന് ഒരു 100 രൂപ താഴെ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു 300 റുപ്പീസിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണിത്. നമ്മുടെ Arduino Leonardo ബോർഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ഈ ബോർഡ് ഡെവലപ്പ് ചെയ്ത ആൾ പറഞ്ഞത്. ഇതിൻ്റെ ഫിംവെയർ എന്ന ആൾ പറഞ്ഞത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ എപ്പോഴും പറ്റുന്നത് ഇങ്ങനെയുള്ള STM ബേസ്ഡ്, അതായത് ARM ബേസ്ഡ് ബോർഡാണിത്. ഇതിന് മാത്രമേ സാധിക്കത്തുള്ളതാണ്. പിന്നെ നമ്മുടെ പഴയ L298 ഉണ്ട്. പിന്നെ ഞാനൊരു കണക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗിയറിന് വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടുള്ള വയറുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗിയറാണ് ഇത്. പിന്നെ ഇതിൽ തന്നെയാണ് നമ്മുടെ പെഡൽസിലോട്ടും പോയിരിക്കുന്നത്. പിന്നെ ഈ ഗിയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സ്വിച്ചുകളില്ല, പകരം ഇതിനുള്ളിലൊരു ജോയിസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത്. XY ആക്സിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. XY ആക്സിസിൽ ഉപയോഗിക്കുന്ന ഒരു ജോയിസ്റ്റിക്കാണിത്. പിന്നെ നോർമലായിട്ടുള്ള നമ്മുടെ പഴയ സെറ്റിങ്സ് ഒക്കെ തന്നെ ഇതിന് പ്രത്യേകിച്ചായിട്ടുള്ളൂ. ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് ഫോഴ്സ് ഫീഡ്ബാക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പുതിയൊരു സ്റ്റിയറിംഗ് കൂടെ ഡെവലപ്പ് ചെയ്തതിന് കുറച്ച് സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ടോട്ടൽ ഇതിൽ ഈ ബോർഡിൽ ഒരു 32 സ്വിച്ച് വരെ നമുക്ക് കണക്ട് ചെയ്യാം. അതിൽ കൂടുതൽ കണക്ട് ചെയ്യാനുള്ള രീതിയിൽ വേറെ ഫിംവെയർ അവൈലബിൾ ആണ്. നിലവിൽ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് കണക്ഷൻസ് ഉൾപ്പെടെ 10 കണക്ഷൻസ് വരുന്ന ഒരു സെറ്റപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിലവിൽ ഇതിലത്ത് 9 സ്വിച്ചേ കൊടുത്തിട്ടുള്ളൂ. ഒരു സ്വിച്ച് കൂടെ എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് കണക്ഷനാണ്, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ പഴയ ആ പ്രിൻ്ററിൻ്റെ മോട്ടറും ഡീറ്റെയിൽസും എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ബോർഡും ഈ പിൻസൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ടുള്ള പഴയ ബോർഡ് പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇത് പ്രോഗ്രാം ചെയ്യുന്നതിൽ മാത്രം കുറച്ച് ട്രിക്കി പരിപാടികളൊക്കെ ഉണ്ട്. അത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അതൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇതാണ്. സോഫ്റ്റ്വെയറിൽ ഞാനിപ്പോൾ സ്റ്റിയറിങ് ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇടത്തോട്ട് ഇപ്പോൾ ആംഗിൾ ഇച്ചിരി കുറച്ചിട്ടിരിക്കുകയാണ്. 540 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് 2360 വരെ നമുക്ക് ആംഗിൾ ഇടാം. ഞാനിത് നോർമൽ നമ്മളിടുന്ന 900 ആണ് ഇടുന്നത്. 900 ആംഗിൾ. പിന്നെ ഇതിൽ PPR റേറ്റും ബാക്കി ഡീറ്റെയിൽസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് Z യൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ Z ഇൻഡെക്സ് യൂസ് ചെയ്യുന്ന എൻകോഡർ ആണ് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്. ഇത് എനേബിൾ ചെയ്തിട്ട് കാലിബ്രേറ്റ് ഇൻഡെക്സ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ PPR റേറ്റും ബാക്കി ഡീറ്റെയിൽസൊക്കെ എടുത്തോളൂ. ഇവിടെ ഒരു 4000 ആണ്. ഞാനിത് 8500 കൊടുക്കുന്നു. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ PPR റേറ്റ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ആംഗിളിനും വ്യത്യാസം വരും. സോ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ പെഡൽസ് നമ്മുടെ പഴയ പെഡൽസ് തന്നെയാണ്. ആക്സിലേറ്റർ അമർത്തുമ്പോൾ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, പിന്നെ ഹാൻഡ് ബ്രേക്ക് ഓപ്ഷനോടെ വന്നിട്ടുണ്ട്. ഇവിടെ ലീനിയാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഏത് രീതിയിലാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുള്ളത്. ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ടൈമായിട്ട് വരും. S കർവ്, പിന്നെ കസ്റ്റം, ലീനിയർ, പിന്നെ ബ്രേക്ക്, ക്ലച്ച്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റർ നോക്കാം. ഇവിടെ ഷിഫ്റ്റർ ഇപ്പോൾ നിലവിൽ ഞാൻ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഷിഫ്റ്റർ ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ചെറിയൊരു ചേഞ്ച് ഉള്ളതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. അത് പ്രശ്നമല്ല. സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് സോഫ്റ്റ്വെയറിൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കിവിടെ സ്ക്രീനിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ന്യൂട്രൽ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഈ സാധനം അഡ്ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്. അപ്പോൾ അത് ഇത്രയോടെ കൂടെ നീക്കാം. ഇത്രയും കൂടെ കയറി ഇതിങ്ങനെ ഇത്രയും നീക്കിയാൽ മതി. ആ രീതിയിലാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ സ്വിച്ചസ് ഇവിടെ ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റാണ് ഞാൻ കൊടുക്കുന്നത്.
കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് കാണാൻ സാധിക്കും. ഇപ്പോൾ 8ാമത്തെ പൊസിഷൻ കിടക്കുന്നതാണ് അവിടെ 8 കാണിക്കുന്നത്. 7 6 4 1 2 കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്യുക. ഇത്രയും ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളൂ. പിന്നെ FFB2ക്കും ഫോഴ്സിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ L29 ബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് അത്ര പവർഫുൾ അല്ല. നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കാണിക്കാം. സോ നമ്മുടെ ഗെയിമിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മുടെ എൻജിൻ ഓൺ സ്വിച്ച് ഇതാണ്. എൻജിൻ ഓൺ ആവും. പിന്നെ ലൈറ്റ് മോഡ്സ് ഉണ്ട്, ഇൻഡിക്കേറ്റർ, ലൈറ്റ്, റൈറ്റ് ഇൻഡിക്കേറ്റർ, ഇത് ഇവിടെ ഫ്ലാഷ്, ഇത് പവർ ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക്, ഒരു ഹോണാണ്. ഇത് ഡിം ഓർ ബ്രൈറ്റ്, വീണ്ടും ലൈറ്റ്, ഇതും ഇതൊരു ഹോണാണ്. നമുക്ക് വണ്ടി റിവേഴ്സ് ഇട്ടെടുക്കാം. നമ്മൾ റിവേഴ്സ് ഇടുന്നു. സെക്കൻഡിലേക്ക് കിട്ടും. നമുക്കപ്പോൾ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി തിരിക്കാം. തേർഡ് ഗിയറിലേക്ക് ഇട്ടു, ഫോർത്ത് ഇട്ടു, യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളൊന്നും കാണാത്ത 6ാമത്തെ ഗിയറിലേക്ക് വീഴാനുള്ള സ്പീഡ് വണ്ടിക്കായിട്ടില്ല. ഇതിലേക്കാണ് ഇവിടെ ഹോണുണ്ട്. വണ്ടി പെട്ടെന്ന് നിർത്തി ഓഫായിപ്പോയി. സോ ഫ്രണ്ട്സ്, ഈ ഒരു DIY സ്റ്റിയറിംഗ് വീൽ നമുക്ക് മറ്റു പല ഗെയിമുകളിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അർഡ്യൂനോ ലിനാഡോ ബോർഡ് വെച്ചിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോഴ്സ ഹൊറിസോണിലും അതുപോലെ തന്നെ നമ്മുടെ ബസ് സിമുലേറ്റർ 18 ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വർക്കിംഗ് ആണ്. പിന്നെ ഫേൺ ബസ് സിമുലേറ്റർ എല്ലാത്തിലും വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.